എത്രയും പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായിട്ടുള്ള വിശ്വാസികളുടെ സമൂഹം. പുത്തൻകാവിൽ കൊച്ചുതിരുമേനി കാലം ചെയ്തിട്ട് 66 വർഷമാകും. 6-ാം മർത്തോമ കാലം ചെയ്തിട്ട് 209 വർഷമാകും. 8-ാം മർത്തോമ കാലം ചെയ്തിട്ട് 201 വർഷമാകും. ഈ പിതാക്കന്മാരുടെ ഓർമ്മകള് നമ്മുടെ വിശ്വാസികളുടെ സജീവമായി നിർത്തേണ്ടത് ഈ തലമുറയുടെ കടപ്പാടാണ്. ഇന്ന് 80-82 വയസ്സുള്ളവർക്കൊക്കെ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയെ കുറിച്ച് പറയുവാന് ഒത്തിരി കാര്യങ്ങളുണ്ട്.
അവർ കണ്ടവരാണ്. അതൊരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഈ കണ്ട തലമുറ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോവുകയാണ്. ജോഷുവാച്ചന് കഴിഞ്ഞ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇപ്പോൾ തിരുമേനിയെ കുറിച്ച് പറയാൻ ഞാനുണ്ട്, ഇനി എത്ര കാലത്തേക്ക് ഞാൻ കാണും. തീർച്ചയാണ്, പഴമക്കാർ പറഞ്ഞാണ് ഈ പിതാവ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഇന്ന് വാസ്തവത്തില് സന്തോഷിക്കുകയാണ്. കാരണം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി സ്നേഹിച്ച കൂർത്തമലയിൽ നിന്നും ഇടനാട്ടിൽ നിന്നും മംഗലത്തിൽ നിന്നും ഒക്കെ തിരുമേനി ഒത്തിരി സ്നേഹിച്ച അവിടുന്നൊക്കെ തിരുമേനി സ്നേഹിച്ചവരുടെ പിൻതലമുറക്കാര് ഈ കവറിങ്കില് അനുഗ്രഹം തേടി കടന്നു വരികയാണ്. തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ കവറിൽ നിന്നുള്ള അനുഗ്രഹം വാക്കുകൾക്ക് അതീതമാണ്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി പെരുന്നാളിന്റെ തീർത്ഥാടന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പുത്തൻകാവിൽ സ്ഥലം തന്നെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഒരു പുണ്യഭൂമിയാണ്. 3 പിതാക്കന്മാരുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം സത്യത്തിൽ മലങ്കരയിലെ വളരെ വിശിഷ്ടമായ ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ്. 6-ാം മാർത്തോമയും 8-ാം മാർത്തോമയും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ച 6-ാം മാർത്തോമയും 8-ാം മാർത്തോമയും കബറടങ്ങിയിരിക്കുന്ന പുണ്യഭൂമി. മലങ്കര സഭയുടെ രത്നദീപം, കാതോലിക്കറ്റിന്റെ രത്നദീപം എന്ന പേരിൽ സഭ ബഹുമാനത്തോടെ കാണുന്ന പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആ പിതാവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യഭൂമി. അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പുത്തൻകാവും ഈ ദേവാലയവും അത് ഏറ്റവും സമുന്നതമായ ഒരു സ്ഥാനം ഈ ദേവാലയത്തിനുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഞാൻ അമേരിക്കയിലാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും ഈ ദേവാലയത്തിൽപ്പെട്ടവർ എൻ്റെ ഭദ്രാസനത്തിലെ അംഗങ്ങളായിട്ടുണ്ട്. മാത്യു കോശി അച്ഛൻ്റെ അമ്മയുടെ അടക്കം ഈ അടുത്ത സമയത്താണല്ലോ നടന്നത്. അച്ഛൻ ഈ ഇടവക്കാരനാണ്. എൻ്റെ ഭദ്രാസനത്തിലെ അംഗവും എൻ്റെ ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറുമാണ്. മറ്റനേകം പേര് എൻ്റെ ഭദ്രാസനത്തിലുണ്ട്. ഇന്നും ചിലരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഇവിടെ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഭദ്രാസനത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു നിലയിൽ ഈ ദേവാലയത്തോട് ഒരു ബന്ധവും താല്പര്യവും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് എന്നുള്ളതിനും സംശയമില്ല. തിരുമേനിയുടെ ആരാധനാ മാധുര്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആകർഷനായിട്ട് തിരുമേനിയോട് പറഞ്ഞു, എനിക്കിവിടെ മധുവായിക്കകത്ത് കാരണം തിരുമേനിയെ സഹായിക്കാനായിട്ട് ശുശ്രൂഷക്കാരനായിട്ട് ആദ്യം ഇച്ചിരൂടെ വളരട്ടെ, അടുത്ത വർഷം വളരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വർഷമായപ്പോൾ പിന്നെ ഞാൻ തിരുമേനി എനിക്ക് മധുവായിക്കാറില്ല വളരെ പറഞ്ഞു. ഇവിടെ വെച്ച ഈ പള്ളി മതി വെച്ച് ഒരു തയ്യൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, ചെറിയാച്ചൻ. ഉടനെ തന്നെ ചെറിയാച്ചനെ ആളെ അയച്ച് വിളിപ്പിച്ചു. അവൻ്റെ അളവൊന്നെടുക്കുക, അളവെടുത്ത് വെള്ളക്കുപ്പായം തയ്പ്പിക്കാനായിട്ട് തിരുവനന്തപുരം തന്നെ ഇടപാട് ചെയ്തു. അതിന് പ്രത്യേകം പറഞ്ഞു, അടിയിൽ ഈ ഫ്രില്ലൊന്നും വെച്ചേക്കൽ കേട്ടോ, ഷുഡ് ബി പ്ലെയിൻ. വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ആദ്യത്തെ കുപ്പായം തയ്ച്ചു കിട്ടി. പിന്നെ തിരുമേനി വരുമ്പോഴെല്ലാം ഞാനും കുർബാനയിൽ കൂടുമായിരുന്നു. ഒരു സ്വർഗീയ അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധന. വല്യച്ഛനിൽ നിന്ന് കിട്ടുകയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങളുടെ ആറാട്ടുപള്ളിയിൽ വന്ന് ചൊല്ലിയിട്ടുണ്ട് വല്യച്ഛൻ. തിരുമേനി പല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വൈദികർക്ക് വേണ്ടി ശമ്പള പരിഷ്കരണവും ട്രാൻസ്ഫറും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് മുമ്പാരും നടത്താക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വൈദികരെ സഹായിച്ചു. ഇത് നാം ഓർക്കുന്ന ഈ 3 പുണ്യപിതാക്കന്മാരുടെ ആത്മശാന്തിക്കായി
ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതൽ എന്തെങ്കിലും തിരുമേനിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. തീർത്ഥാടന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിമന്യ അലക്സിയോസ് മാർ യൂസബിയസ് തിരുമനസ്സുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം പ്രാർത്ഥനാപൂർവമായ ശുശ്രൂഷകൾ ഏറ്റവും ആദരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് അഭിമന്യ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന ഈ ശുശ്രൂഷയുടെ മുഖ്യ നേതൃത്വം നൽകുകയും ഈ തീർത്ഥാടന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം സന്മനസ് കാട്ടി അഭിമന്യ തിരുമേനിയോടുള്ള ആദരവ്, കൃതജ്ഞത എല്ലാവരുടെയും നാമത്തിൽ അഭിമന്യ പിതാവിൻ്റെ തൃപാദങ്ങളിൽ ആദരവോടുകൂടി സമർപ്പിക്കുന്നു. മാലാഖമാരുടെ സ്തുതിഗീതങ്ങളിലും സ്തോത്രങ്ങളിലും ഹല്ലേലൂയകളിലും പ്രീതിപ്പെടുകയും ഇമ്പപ്പെടുകയും ചെയ്യുന്ന ദൈവം തമ്പുരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകളിലും സ്തോത്രങ്ങളിലും ഹല്ലേലൂയകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടുകൂടെ വസിച്ച് അവരെ എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും യുദ്ധഭീഷണികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കണ്ണുനീരുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിച്ച യഹോവ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും യുദ്ധഭീഷണികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കണ്ണുനീരുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലേക്കുള്ള നമ്മുടെ ഈ പ്രയാണത്തിൽ
നമ്മെ എല്ലാവരെയും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖാന്തരം തന്റെ ജനത്തെ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നയിച്ച യഹോവ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മോടുകൂടെ ഇരുന്ന് സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തികമെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത യേശു തമ്പുരാൻ ഈ ലോകത്തിലൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും രോഗികൾക്ക് വൈദ്യനായും പ്രയാസമനുഭവിക്കുന്നവർക്ക് ആശ്വാസകനായും കാണപ്പെട്ടതുപോലെ യേശുക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യം നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ രോഗികളെ സൗഖ്യമാക്കുകയും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകുകയും നമ്മുടെ പ്രയാസങ്ങളിൽ ആശ്വാസകനായി നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ എല്ലാവരെയും കാത്ത് പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുമെന്നും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുമെന്നും അരുളി ചെയ്തവനായ യേശു തമ്പുരാൻ പരിശുദ്ധന്മാരും നീതിമാന്മാരും ഈ ഇടവകയുടെ മധ്യസ്ഥരും മലങ്കരയുടെ പുണ്യവാന്മാരുമായ 6-ാം മാർത്തോമായുടെയും 8-ാം മാർത്തോമായുടെയും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെയും ഓർമ്മയെ അനുഗ്രഹീതമായി കൊണ്ടാടുകയും അവരുടെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും തന്റെ സ്വർഗീയ വാഴ്വുകളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് തന്റെ അദൃശ്യമായ വലതുകൈ ആവസിപ്പിച്ച് തന്റെ സ്വർഗീയ ശ്രീഭണ്ഡാരം തുറന്ന് നിങ്ങളുടെ അധ്വാനങ്ങളെയും നിങ്ങളുടെ പ്രയത്നങ്ങളെയും നിങ്ങളുടെ നിലങ്ങളെയും നിങ്ങളുടെ പുരയിടങ്ങളെയും നിങ്ങളുടെ ഇടതുകയും വലതുകയും ചെയ്യുന്ന എല്ലാറ്റിനെയും നിങ്ങളുടെ സമ്പാദ്യങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും 30-60-100 മേനിയായി വർദ്ധിപ്പിച്ച് തന്റെ സ്വർഗീയ വാഴ്വുകളാൽ സമ്പന്നമാക്കുകയും ചെയ്യുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമിന്റെയും ഭാരതത്തിന്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെയും മലങ്കരയുടെ മഹാപരിശുദ്ധന്മാരായ പരുമലമാർ ഗ്രിഗോറിയോസിന്റെയും മർദീവന്നാസിയോസിന്റെയും നാം ഇന്ന് ആരുടെ പെരുന്നാൾ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നുവോ ആ പുണ്യപിതാക്കന്മാരായ 6-ാം മാർത്തോമായുടെയും 8-ാം മാർത്തോമായുടെയും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി പെരുന്നാൾ ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. ബലഹീനങ്ങളും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ആവോ ബറൂഹു ഖാദീശോ ഹോശോ ബുക്കുലിസ്വായ ലോൽമീൻ. ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. സ്തുതിയും സ്തോത്രവും പ്രഭുവും പുകഴ്ചയുയർന്നാളും മാനുവകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ ഏറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മലവിലയും ശ്ലീബായിന്മേൽ സ്നേഹപൂർവ്വം ഇരിക്കുകയും സ്വജാതികളെ വിജാതികളെ നിന്റെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവേ, നിനക്ക് ദൈവികമായി സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സ്വീകരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനം ആരാധന യോഗ്യമാകുന്നു. വിശുദ്ധ വചനത്തെ നമ്മിൽ നിറയ്ക്കുവാനായി കേരളത്തിൽ
നേതൃത്വം കൊടുത്ത പിതാക്കന്മാരിൽ ഒന്നാമനായി മാർത്തോമ ആറാമൻ നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഇപ്പോൾ ചരമ ദിശതാബ്ദി ആഘോഷിക്കുന്ന മാർത്തോമ എട്ടാമൻ പിതാവ് വൈദിക പഠനശാലകൾ ഉണ്ടാകണമെന്നും സഭയ്ക്ക് നല്ല വൈദികരെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നുവെന്നും തെക്കും വടക്കും ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് മുന്നോട്ട് പോയി. എങ്കിൽ അതും ദീർഘവീക്ഷണത്തിന്റെയും ഹൃദയ നൈർമല്യത്തിന്റെയും അടയാളമായിട്ട് നാം കാണുന്നു. ഫീലക്സിനോസ് പിതാവിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 66-ാം മഹതീകരണ പ്രവേശനം നാം ഇവിടെ നടത്തുമ്പോൾ മലങ്കര സഭയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി സഭാമക്കളെ സഭയുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തി. പ്രത്യേകിച്ച് അന്യവിശ്വാസങ്ങൾ പലതും കേരളത്തിൽ നടമാടിയപ്പോൾ അവയോട് ശക്തമായി പ്രതികരിക്കുവാനായി മുന്നിട്ടിറങ്ങിയതായ പിതാക്കന്മാരുടെ പട്ടികയിൽ ഒന്നാമതായി നിൽക്കുന്നു കാതോലിക്കന്റെ രക്തദീപമെന്ന് ഇപ്പോൾ നാം വിളിക്കുന്ന ഗാനഗോകുലമായ മാർ ഫീലക്സിനോസ് പിതാവ്. മൂന്നാം അധ്യായത്തിൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കുന്നവരാകുകയും. അത് ഇന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പ്രബോധനങ്ങൾ കുറയുന്നു, പ്രസംഗങ്ങൾ കൂടുന്നു, പ്രസംഗകരുടെ എണ്ണം കൂടുകയാണ്, പക്ഷെ പ്രബോധനങ്ങൾ ഇല്ലാതെയാകും. ആദ്യ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കുക. കർത്താവായ യേശു തമ്പുരാൻ ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പാപപരിഹാരം നൽകുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് അടിയാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശിഷ്യായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ, നൽകുന്നവരുടെ മേൽ, അനുഭവിക്കുന്നവരുടെ മേൽ, ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ, സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകത്തിൽ നിന്ന് വന്നേക്കും ഹരിയപ്പെടുമാറാകട്ടെ. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനായോരുടയോർ ശ്രേഷ്ഠാചാര്യ സഭയെ സേവി അജപാലകനായുലകം വിട്ടു പൂർവപിതാക്കളെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. ദൈവിക രാജ്യത്തണയാൻ മാർഗം തെളി
യേശുമിശിഹായുടെ പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോട് വഴിയാത്ര ഭക്ഷണത്തോടും കൂടി പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവായ യേശുമിശിഹായുടെ ദേവയുടെ സ്ലീവായി രക്ഷിക്കപ്പെട്ടവരും മാമോദിസ ക്രൂശിന്മേൽ പ്രതിരോധപ്പെട്ടവരുമേ പരിശുദ്ധാതൃത്വങ്ങളെ പരിഹരിക്കുകയും ഭാഗങ്ങളെ മോചിക്കുകയും വിശ്വാസികളെ വാങ്ങിപ്പവരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിച്ച് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോടെ പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. വലിയ പിതാക്കന്മാർ മാർത്തോമ ആറാമനും 8-ാം മാർത്തോമായും ജീവിച്ചിരുന്ന കാലം നമുക്കൊന്നും ഭാവനയിലൊന്നും എത്തിപ്പിടിക്കാവുന്നതല്ലെന്നുള്ളത് ചിന്തിക്കും. അതുപോലെ സഭയ്ക്ക് ഏറെ പ്രതിസന്ധികളുള്ളപ്പോൾ ആത്മീയമായ വലിയ പദവി സഭയ്ക്ക് ലഭിക്കത്തക്കവണ്ണം അവർ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ളത്. അതിനുശേഷമാണ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി എന്ന നമുക്കെല്ലാവർക്കും അതീവ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാവുന്ന തിരുമേനിയൊക്കെ ഈ സഭയുടെ ചുമതലയിൽ വന്ന് പുത്തങ്കാവ് ദേശക്കാരോട് അയൽക്കാരനായ കോയിപ്പുറംകാരനായ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു സ്ഥാനത്താണെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ബാല്യകാലത്തെ അനുഭവം തിരുമനസ്സോട് ഓർമ്മിപ്പിച്ചതുപോലെ എനിക്ക് തിരുമേനിയെ നേരിട്ട് കാണുവാനും അനുഗ്രഹം ലഭിക്കുവാനും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തെങ്കാവ് പള്ളിയിൽ ആദ്യമൊക്കെ പെരുന്നാളിന് വരുമ്പോൾ കൺവെൻഷന് വരുമ്പോൾ ഈ പള്ളിയിൽ തിരുമേനി നിൽക്കുന്ന സ്ഥാനം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നടത്തുന്ന പെരുന്നാൾ ദിവസങ്ങളിൽ തിരുമേനിയുടെ ചില സ്ഥാനങ്ങൾ, തിരുമേനി നിൽക്കുന്ന സ്ഥാനങ്ങൾ, ഈ കൈപ്പടൽ, വലിയ കൈപ്പടൽ നിൽക്കുന്ന വലുതാണ്ട് റാസയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയപ്പച്ചൻ്റെ കൂടെയും മാതാപിതാക്കളുടെ കൂടെയൊക്കെ വരുമ്പോൾ വലിയപ്പച്ചനൊരു വലിയ അടുത്ത പരിചയമുള്ള സ്നേഹിതനെ പോലെ തിരുമേനിയെ എന്നെ കൊണ്ട് കാണിക്കും. ഈ വടക്കത്തെ മുറിയിൽ തിരുമേനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കത് സാധാരണ കാണാൻ തരും. അപ്പോൾ കൈമുത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഭക്ഷണത്തിൻ്റെ ഒരു അംശം, ഒരു പങ്ക് ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ആ ഭാഗമൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. പിതാക്കന്മാരുടെ അനുവാദത്തോടുകൂടി ഈ അനുഗ്രഹീതമായ പെരുന്നാൾ ശുശ്രൂഷകളുടെ പൂർത്തീകരണത്തിൽ നന്ദി അർപ്പിക്കുവാനായിട്ട് ഈ നിമിഷം വേർതിരിക്കുന്നു. ഒക്ടോബർ മാസം മുതൽ ഈ ശുശ്രൂഷകളുടെ ക്രമീകരണത്തിനായി പരിശുദ്ധ ബാബ തിരുമനസിൻ്റെ അനുവാദവും അനുഗ്രഹാശിസുകളും സ്വീകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഇന്ന് നടക്കുന്ന ഈ നിമിഷത്തിൽ സന്നദ്ധയിൽ നന്ദിയോടെ ശിരസ് നമിക്കുകയാണ്. അളവില്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളും കൃപകളും ഈ പെരുന്നാൾ ശുശ്രൂഷകൾ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം മാർത്തോമയുടെയും 8-ാം മാർത്തോമയുടെയും കാതോലിക്ക രത്നദീപം പുത്തങ്കാവിൽ കൊച്ചു തിരുമനസിൻ്റെയും സംയുക്തമായ ഓർമ്മ പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 8-ാം മാർത്തോമ ചരമ ദശതാബ്ദി സമാപന സമ്മേളനത്തിൽ പ്രത്യേക 6-ാം മാർത്തോമ അവാർഡ് ദാന ചടങ്ങിലും നമുക്ക് ഏവർക്കും പങ്കാളികളാകുവാൻ ദൈവം നൽകുന്ന അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പിതാക്കന്മാരെ കുറിച്ച് 200 വർഷവും തലമുറകൾ ഓർക്കണമെങ്കിൽ അവരുടെ മഹത്വവും മഹിമയും എത്രമാത്രമാകുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 200 വർഷത്തിലധികം മലങ്കര സഭ, പ്രത്യേകിച്ച് പുത്തങ്കാവ് ദേശം ഈ പിതാവിനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മഹത്വീകരണ പ്രവേശനത്തിൻ്റെ പ്രധാന വർഷങ്ങൾ വരുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അവരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് നാം പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ല.
അവരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥകളും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് സഭയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ കൂടെ ചേർത്ത് നിർത്തി സഹകരിപ്പിച്ച് സഭയെ ഒന്നാക്കി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്ന് സഭയിൽ എത്ര ഇടവക ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 55. അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ? 55 പാരീഷസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് വളരെ വളരെ കൗതുകകരമായ പ്രധാനപ്പെട്ട രേഖകളാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മളുടെ സത്വം അറിയണമെങ്കിൽ നാം എന്താണ് ആരാണെന്ന് അറിയണമെങ്കിൽ പുറമോട്ട് നോക്കണം. കഴിഞ്ഞ കാല നമ്മുടെ ചരിത്രം നോക്കണം. ഈ ചരിത്രത്തെ അവഗണിച്ചാൽ അല്ലെ പഴമയെ അവഗണിച്ചാൽ വാസ്തവത്തിൽ നമുക്ക് മുൻപോട്ടുള്ള യാത്ര സുഗമമാകില്ല. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇത്തരം പരിപാടികളെ, പ്രത്യേകിച്ച് പുത്തൻകാവിലെ ഇടവക നടത്തുന്ന ഇത്തരം പരിപാടികളെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുകയും ഈ തിരുമേനിമാരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി ഈ പരിപാടികൾ നടത്തുവാനും തീരുമാനമെടുത്ത ഇടവകയെ അനുമോദിക്കുകയും ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അവാർഡ് ലഭിക്കുന്ന KM ജോർജ് അച്ഛനെയും അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ വന്നിട്ട് പുറകോട്ട് നോക്കി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ചില കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമായിട്ടുള്ള ചിന്തകൾ വന്നുചേരും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ പിതാക്കന്മാര് ജീവിച്ച കാലഘട്ടത്തെയും അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളെയും അതിജീവിച്ച് അവർ സഭയെ ശുശ്രൂഷിച്ചു എന്നുള്ളത് കാണുമ്പോഴാണ് നമ്മൾ അവരുടെ മഹത്വത്തെ കണ്ടെത്തേണ്ടത്. അല്ലാതെ ചില നിലപാടുകൾ അക്കാലത്ത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലല്ല. നമ്മുടെ സഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എളിയ അറിവ് വെച്ചുകൊണ്ട് പറയുന്നുള്ളതേ ഉള്ളൂ. സഭ 1599 മുതൽ 1912 വരെയുള്ള ഒരു കാലഘട്ടം ഒരു പെർസിക്യൂട്ടഡ് ചേർച്ച് ആയിരുന്നു എന്ന് പറയുന്നതിൽ ആദിമസഭയെക്കുറിച്ച് അങ്ങനെ പഠിക്കുന്നുള്ളൂ. അപ്പോസ്തോലിക കാലം കഴിഞ്ഞാൽ 312 മിലാൻ പ്രഖ്യാപനം വരുന്നത് വരെ സഭ ഒരു പെർസിക്യൂട്ടഡ് ചേർച്ചായിരുന്നു. ഏതാണ്ട് ഭാരതത്തിലും തോമാസ് ലീഹ കുന്തം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ചരിത്ര സത്യം നിലനിൽക്കുന്നുവെങ്കിലും ഭാരതത്തിലെ പുരാതനമായ പശ്ചാത്തലത്തിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട സമൂഹമായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറയാനായിട്ട് ഒക്കെയില്ല. റോമിലൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നൊന്നും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. ഒരുപക്ഷെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇവിടെയുള്ള ജാതി വ്യവസ്ഥിതിയുടെ നന്മയും തിന്മയും ഒക്കെ ക്രിസ്തീയ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ആരും കൊല്ലപ്പെട്ട ചരിത്രമൊന്നും നമുക്ക് കാണാനായിട്ട് അധികം കാണുന്നില്ല. എന്നാൽ 1599 മുതൽ, അതായത് ഡയംബേർ സിനഡ്, ഉദയംപേരൂർ സന്നഹദോസ് മുതലുള്ള കാലഘട്ടം നോക്കാമെങ്കിൽ ശരിക്കും പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അത് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമുള്ള ആ കാലഘട്ടം വളരെ ശക്തമായി സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരാനായിട്ടും അതിനേത് മാർഗവും സ്വീകരിക്കുന്നത് അതിന് ദിവ്യ അനുമതി ഉണ്ടെന്നുള്ള ചിന്തയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സഭയുടെ പശ്ചാത്തലം. അവിടെ നമ്മുടെ പൂർവികർ പീഡയേറ്റത് ഇവിടുത്തെ ഇതര മതക്കാരിൽ നിന്നല്ല, ഒരേ വിശ്വാസമുള്ള മനുഷ്യരിൽ നിന്ന് തന്നെയാണ് നമ്മൾ പീഡകളുടെ ചരിത്രം നോക്കിയാൽ കാണാവുന്നത്. 2017 6ാം മർത്തോമ അവാർഡ് സമർപ്പണ വേളയിൽ ആദരണീയനായ ഫാദർ ഡോക്ടർ KM ജോർജിന് പുത്തൻകാവ് ഇടവക മക്കൾ വിനയപുരസ്സരം നൽകുന്ന പ്രശംസാപത്രം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പൗരാണിക ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായ പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗങ്ങളായി ജനിക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രകാശഗോപുരങ്ങളായി മലങ്കര സഭയെ നയിച്ച 6ാം മർത്തോമ, 8ാം മർത്തോമ എന്നീ മലങ്കര മെത്രാപ്പോലിത്തന്മാരും
കാതോലിക്കേറ്റ് രത്നദീപം പുണ്യശ്ലോകനായ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയും അന്ത്യവിശ്രമം കൊള്ളുന്ന മലങ്കര സഭയുടെ ഇടവക പള്ളിയാണ് ഇതെന്നുള്ളതുകൊണ്ടും ഞങ്ങളുടെ ഇടവക ധന്യമാണ്. ഇതിനെല്ലാം ഉപരിയായി 43 വർഷക്കാലം പുത്തങ്കാവ് കേന്ദ്രമാക്കി മലങ്കര സഭയെ നയിച്ച ഈ ദേവാലയത്തിൻ്റെ സ്ഥാപകനും മലങ്കര സഭാ ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച അസാധാരണ കഴിവും ബുദ്ധിസാമർഥ്യവുമുള്ള ഒരു ഭരണതന്ത്രജ്ഞനായിരുന്ന 6-ാം മാർത്തോമ എന്ന അഭിധാനത്തിൽ അറിയപ്പെടുന്ന വലിയമാർ ദിവന്നാസിയോസ് തിരുമേനിയുടെ അദൃശ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് ഈ ഇടവക എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ആരംഭമിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഭ മുന്നിട്ടിറങ്ങണമെന്ന് ലക്ഷ്യം മുന്നിൽ കണ്ട് 3000 പൂവരാഹൻ സ്വരൂപിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സ്ഥിരനിക്ഷേപമിട്ട ക്രാന്തദർശിയായ പുണ്യപിതാവിൻ്റെ പാവന സ്മരണയെ ശാശ്വതവൽക്കരിക്കുന്നതിന് ഭാരതത്തിൻ്റെ സാമുദായിക, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു കേരളീയനായ വ്യക്തിക്കായി ഈ ഇടവക ഏർപ്പെടുത്തിയ അവാർഡാണ് 6-ാം മാർത്തോമ അവാർഡ്. ഭൗതിക പ്രകാശം പരത്തിയ ഗുരുകൃപയുടെ പിൻബലത്തോടെയുള്ള വേദശാസ്ത്ര പഠനങ്ങളിലൂടെയും നിരന്തരമായ സത്യാന്വേഷണങ്ങളിലൂടെയും ആശയ സംവാദങ്ങളിലൂടെയും ലോകവേദികളിൽ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും സജീവ സാന്നിധ്യവും അഭിമാന ശബ്ദവുമായി മാറുവാൻ ആദരണീയനായ ഫാദർ ഡോക്ടർ KM ജോർജിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ചിന്തകൻ, ചിത്രകാരൻ, വേദശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, ഗദ്യകവി, അധ്യാപകൻ, പത്രാധിപർ, വൈജ്ഞാനികൻ, ഭാഷാപണ്ഡിതൻ തുടങ്ങി അദ്ദേഹത്തിന് ഇണങ്ങുന്ന വിശേഷണങ്ങൾ ഏറെയുണ്ട്. സഭകളുടെ അഖില ലോക ദേശീയ കൗൺസിലുകളുടെ അമരക്കാരനായും പഴയ സെമിനാരി എന്ന വൈദിക പഠിത്ത വീടിൻ്റെ നായകനായും മാറി എക്യുമെനിക്കൽ രംഗത്തും ആഗോള ദൈക്ഷണിക മേഖലയ്ക്കും അങ്ങ് നൽകിയ സംഭാവനകൾ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രകൃതി സ്നേഹത്തിലും നിശബ്ദതയിൽ ആസ്വദിക്കുന്ന ആത്മീയ അനുഭൂതിയിലും അടിയുറച്ചുകൊണ്ട് ഓരോ രംഗത്തെ പ്രവർത്തനങ്ങളെയും തൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പഠനങ്ങളിലും പഠിപ്പിക്കലുകളിലും സഭയ്ക്കും സമൂഹത്തിനും വലിയ പ്രതീക്ഷയാണുള്ളത്. ദിശാബോധമുള്ള യാത്രകൾ അങ്ങ് നടത്തി. അങ്ങ് ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു. നിലപാടുകളുള്ള അങ്ങയുടെ വ്യക്തമായ കാഴ്ചയ്ക്ക് പിന്നിൽ സജീവമായ മനസ്സാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പഠനപീഠം അധ്യക്ഷനായും സോപാന അക്കാദമി ഡയറക്ടറായും അങ്ങ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ യുവജനങ്ങൾക്ക് പ്രചോദനവും മാതൃകാപരവുമാണ്. മലങ്കര സഭയുടെ മാനസപുത്രനും ലോകപ്രശസ്ത വേദശാസ്ത്രജ്ഞനും ചിന്തകനും ഗുരുശ്രേഷ്ഠനുമായ ഫാദർ ഡോക്ടർ KM ജോർജിൻ്റെ കരങ്ങളിലേക്ക് പുത്തങ്കാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ ഈ വർഷത്തെ 6-ാം മാർത്തോമ അവാർഡ് അത്യാദരവോടുകൂടിയും നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടിയും സന്തോഷപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു. പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സ്ഥാപകനും 6-ാം മാർത്തോമ എന്ന അഭിധാനത്തിൽ അറിയപ്പെടുന്ന വലിയമാർ ദിവന്നാസിയോസിന്റെ പാവന സ്മരണയ്ക്കായി ഏർപ്പെട്ടിരിക്കുന്ന ഈ അവാർഡ് നൽകുന്നതിനായി അഭിവന്ദൻ ഡോക്ടർ യുഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്തയും ഏറ്റുവാങ്ങുന്നതിനായി ഫാദർ ഡോക്ടർ KM ജോർജിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. UAE മാർ പീലക്സിനോസ് ഫ്രണ്ട് അസോസിയേഷൻ നിർമ്മിച്ചിരിക്കുന്ന പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനമാണ് അടുത്ത് നടക്കുന്നത്. അതിനു മുൻപായി ഫാദർ KM ജോർജ് അച്ഛന്റെ ഇടവാംഗമായ ഷിനു പറക്കോട് ബൊക്കെ നൽകി ആദരിക്കുന്നു. ഫീലിക്സിനോസ് ഫ്രണ്ട്സ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചരിത്രപരമായ സ്ഥലങ്ങളിൽ നേരിട്ട് പോയി ചിത്രീകരിച്ച തിരുമേനിയുടെ ജീവിതചരിത്രം സൂക്ഷ്മമായി പഠിച്ച് തിരുമേനിയുടെ ജീവിതത്തിലെ അനശ്വരമായ നിമിഷങ്ങൾ ദൃശ്യവൽക്കരിച്ച് നമ്മൾക്ക് വേണ്ടി ഇന്ന് ഈ വേദിയിൽ സമർപ്പിക്കുന്നു. ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഫാദർ എബ്രഹാം കോശിയച്ചനാണ്. ഈ ഡോക്യുമെന്ററിയുടെ ഒരു ചെറിയ ടീസർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നു. മാർഫ അവതരിപ്പിക്കുന്നു. അനന്തതയിൽ നിന്നും നാദാത്മകമായ പ്രപഞ്ചത്തിന്റെ താളലയങ്ങളിൽ കൂടി മാലാഖമാരെയും മനുഷ്യരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ആ സ്വർഗീയ സംഗീത ധ്വനി മലങ്കര സഭയിൽ അലയടിക്കുന്നു. മാർ പീലക്സിനോസ് മായാത്ത പുഞ്ചിരിയാണ്. മലങ്കരയുടെ നാദമാധുരിയാണ്, നാദമയൂഖമാണ്. മാർ പീലക്സിനോസ് മെമ്മോറിയൽ ഫ്രണ്ട്സ് അസോസിയേഷൻ മാർഫ അവതരിപ്പിക്കുന്നു പുത്തൻകാവ് ഗീവർഗീസ് മാർ പീലക്സിനോസ് കാത്തോലിക്കേറ്റ് രത്നദീപം. നമ്മുടെ കർത്താവിൻ്റെ ഉപമയിൽ ഉത്തമനായ ഒരു വ്യാപാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ തൻ്റെ നിക്ഷേപത്തിൽ
നിന്ന് പഴയതും പുതിയതുമായ രത്നങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. പുത്തൻകാവ് പള്ളി ആ വ്യാപാരിയെപ്പോലെയാണ് എന്നെനിക്ക് തോന്നുന്നു. മലങ്കര സഭയുടെ പുരാതനവും ആധുനികവുമായ 3 രത്നങ്ങളാണ് പുത്തൻകാവ് കത്തീഡ്രൽ പള്ളി പുറത്തെടുത്ത് സഭയ്ക്ക് സമർപ്പിക്കുന്നത്. ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ ശൂലേങ്കാരത്തി പറയുന്നത് ഇതുമായിട്ട് കൂട്ടിവായിക്കാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. എൻ്റെ പ്രിയനെ, ഞാൻ നിനക്കായി പഴയതും പുതിയതും ശേഖരിച്ചിരിക്കുന്നു. പുരാതന സഭാപിതാക്കന്മാരാണെങ്കിൽ ഈ പഴയതും പുതിയതുമായ രത്നങ്ങൾ നമ്മുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നാം ഇന്ന് ആദരിക്കുന്ന 3 പിതാക്കന്മാരാണ് എന്ന് പറയുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. മലങ്കര സഭ അതിൻ്റെ മണവാളനായി സമർപ്പിക്കുന്ന 3 രത്നങ്ങളെക്കുറിച്ചാണ് നാം ഇത്രയും സമയം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അരനൂറ്റാണ്ടോളം മലങ്കര സഭയുടെ സ്ഥിരാകേന്ദ്രമായി വർത്തിച്ച ഈ പുത്തൻകാവ് സെൻറ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ഈ സഭയുടെ സുഗന്ധപൂരിതമായ ഈ ചെപ്പ് തുറക്കുന്നത് വീണ്ടും വീണ്ടും നമുക്ക് അനുഗ്രഹീതമായ ധന്യമായ അനുഭവമാണ്. മലങ്കര സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും തനിമയും നിലനിർത്താൻ സ്വന്തം ജീവൻ പണയം വെച്ച് തീക്ഷ്ണമായ ദർശനത്തോടുകൂടി പ്രവർത്തിച്ച ആളാണ് നാം ഇന്ന് ആദരിക്കുന്ന 3 പേരിൽ ഒരാളായ 6-ാം മാർത്തോമ്മ. മറ്റ് 2 പേരും അതേ വിശേഷണം അർഹിക്കുന്നവരാണ്. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. നമ്മുടെ ആദരണീയനായ ഓ തോമസ് അച്ഛൻ അതിമനോഹരമായിട്ട് അതേക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 6-ാം മാർത്തോമ്മയുടെ ധന്യമായ നാമത്തിലുള്ള പുരസ്കാരം വളരെ പ്രശസ്തമാണ് എന്നെനിക്കറിയാം. അതേക്കുറിച്ച് ഞാൻ ഏറ്റവും ആദരിക്കുന്ന അഭിനന്ദനായ ചെങ്ങന്നൂർ ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി കുറേ ആഴ്ചകൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട വിൽസനച്ചനും മനോജ് ചെറിയാനും സംസാരിച്ചു. അത് നേരിട്ട് വന്ന് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. വളരെ നന്ദിയോടും സന്തോഷത്തോടും വിനയത്തോടും കൂടി നിങ്ങൾ നൽകുന്ന ഈ പുരസ്കാരം ഞാൻ സ്വീകരിക്കുന്നു. KM ജോർജ് അച്ഛൻ്റെ അവദാനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയുവാൻ ഞാൻ ശ്രമിച്ചാൽ അമ്പിളിയമ്മാവനെ പിടിക്കുവാൻ ശ്രമിച്ച ഒരു പൈതലിൻ്റെ അവസ്ഥയിൽ ഞാൻ തരം താഴ്ത്തപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടെ കണ്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഇടമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നാദ്യക്ഷം വഹിക്കുകയും അദ്ദേഹം ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന KM ജോർജ് അച്ഛനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എനിക്കറിയാം, നിങ്ങളോടുകൂടെ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ തിരുമനസ്സുണ്ടായിരുന്നു. ഓവർ സ്ട്രെയിൻ എന്ന് പറയും, അല്പം ശാരീരികമായ സ്വാസ്ഥ്യത്തെ തരുന്ന ഇന്നലെ പരുമല ആശുപത്രിയിൽ അഡ്മിറ്റായി. ഡോക്ടർ നിർബന്ധപൂർവം പറഞ്ഞു കുറഞ്ഞത് 5 ദിവസമെങ്കിലും ICU പുറത്തോട്ട് വിടത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങളോടുകൂടെ ഇപ്പോൾ ഉണ്ട്, നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ സന്നിധിയിലുണ്ട്. തിരുമേനി ഏറ്റവും സ്നേഹിക്കുന്ന KM ജോർജിനെ ആദരിക്കുന്നതിൽ പങ്കെടുക്കാത്തുള്ള വിഷമം രാവിലെയും രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇന്ന് തിരുമനസ്സിൻ്റെ പേരിൽ വളരെയധികം എളിമയോടെ KM ജോർജിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മാർഫയും പുത്തങ്കാവ് പള്ളിയും സൂര്യപ്രകാശം പോലെയാണ്. വെളിച്ചവും വെട്ടവും വേർതിരിക്കാനാവാത്തതുപോലെ പുത്തങ്കാവ് പള്ളിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കഴിഞ്ഞ 3 വ്യാഴവട്ടക്കാലമായി UAE പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ദൈവം തരുന്നത് മുഴുവനും നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവർ കൂടി ആണ് എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും വിധവകള്, രോഗികള്, ഭവനമില്ലാത്തവര്, വിദ്യാഭ്യാസ സഹായം ആഗ്രഹിക്കുന്നവര്, അങ്ങനെ നിരവധി മേഖലകളിൽ യാതൊരു പരിഗണനയും കൂടാതെ പലരെയും സഹായിക്കുവാൻ
ഈ ചെറിയ അസോസിയേഷന് സാധിച്ചു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 3 പിതാക്കന്മാർ കവറേരിക്കുന്ന മലങ്കര സഭയിലെ ഒരു പുണ്യഭൂമിയാണ് പുത്തൻകാവ് പള്ളി. കാലയളവിൽ പുത്തൻകാവിൽ പള്ളി സ്ഥാപിച്ചതും പള്ളി കേന്ദ്രീകരിച്ച് മലങ്കര സഭയെ നയിച്ചതും ചരിത്രം രേഖപ്പെടുത്തുന്നു. പേർഷ്യൻ ആധിപത്യത്തിൽ റോമൻ സഭയിൽ നിന്ന് നേരിട്ട കഷ്ടപ്പാടുകൾ 6-ാം മാർത്തോമായുടെ ജീവിതത്തിലെ കറുത്ത ഏടുകളായിരുന്നു. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ അമേരിക്കയിലും ഗൾഫിലും ജോലിയുള്ളവർ എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് ആ പെരുന്നാളിന് വന്ന് സംബന്ധിക്കുക എന്നത്. ഇന്ന് ഈ സദസ്സിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം തരുന്നുണ്ട്. UAE-യിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. സുമിത്തും ബിജിയും ബാവുച്ചാനും ജോജിച്ചാനും അതുപോലെ നമ്മുടെ കല്ലിശ്ശേരി ഉമിയാറ്റുകര പള്ളി അംഗമാണെങ്കിലും MB മാത്യൂസ് നമ്മുടെ മാർഫായുടെ പ്രസിഡന്റ്. എപ്പോൾ ഫോൺ വിളിച്ചാലും അദ്ദേഹം പറയും, സുനിലെ ഇത് മണർകാട് പള്ളിയെ പോലെ വലുതായിട്ട് ഉയരണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാൻ നടപടികൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഞാൻ അപ്പോൾ അച്ഛനോട് പറയും, ഒരു സഭ പ്രഖ്യാപിച്ചില്ലേലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി പരിശുദ്ധനാണ്. ആ കബറിടത്തിൽ നിന്ന് ഉള്ള അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഓരോ പദയാത്രകളും ഈ കബറിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കറിയത്തില്ല എന്തൊരു മാനസികമായ സന്തോഷമാണ് ഉണ്ടാകുന്നത്. എത്രമാത്രം കഷ്ടപ്പെട്ടാൽ ഓരോ പള്ളിയിൽ പോയി നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട്, അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അവർക്കും ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വരുന്നത്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി കല്ലും മണ്ണും ചുമന്ന് ഈ